ആ, ഞാൻ പറഞ്ഞില്ലേ, നാളെയാണ് എന്റെ ബർത്ത്ഡേ. അത് ഭംഗിയാക്കണം. അതെനിക്കറിയാലോ. അതിന്റെ ആഘോഷം എങ്ങനെ വേണമെന്ന് ആലോചിക്കാൻ വേണുവും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുജിന്റെ അടുത്തേ നമുക്ക് അവസാനം പറഞ്ഞാ മതി അല്ലേ? അതെ, അതാണ് ശരി. കാരണം ഗുരുജിക്ക് ഇത്ര ആഡംബരമൊന്നും ഇഷ്ടമാവില്ല. അതാ ഞാൻ പറഞ്ഞേ, ഗുരുജിയോട് അവസാനം പറഞ്ഞാ മതി. എന്തായാലും പപ്പ 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ടു വന്നിട്ടുണ്ട്. അത് പിന്നെ പറയണോ ജോൺ? വിദേശത്തുള്ള പാരന്റ്സിന് ഈ തുക അത്ര വലുതല്ല. എന്തായാലും എന്റെ ബർത്ത്ഡേ ഗംഭീരമാക്കണം. പപ്പയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റില്ല, എന്നും തിരക്ക് തന്നെയാ. നീ വിഷമിക്കാതെ. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ തുക നിനക്ക് ബർത്ത്ഡേ സെലിബ്രേഷനായി തന്നത്. നമ്മളിത് ഗംഭീരമാക്കും. ആ, നമുക്ക് ഗ്രീൻ പാർക്കിൽ പോവാം. വേണോടെ വന്നിട്ടുണ്ടാവും. ശരി. ജോൺ, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു? എല്ലാം സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ആരുമായിട്ടാ? നമ്മുടെ വീടിനടുത്തുള്ള ആ കാറ്ററിംഗ് സെന്ററിലെ അങ്കിളുമായിട്ട്. അത് നല്ല ഐഡിയ. ഒരു റിസ്കും ഇല്ലല്ലോ. ഏറ്റവും വില കൂടിയ ഐറ്റംസ് ആ പറഞ്ഞിരിക്കുന്നേ. അവർ പറഞ്ഞതനുസരിച്ച് പ്ലേറ്റിന് ഒരു 250 രൂപയെങ്കിലും വരും. അയ്യോ, അത് ഭയങ്കര കോസ്റ്റ് അല്ലേ? അത് സാരമില്ല. നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ വിളിച്ചോ? ഓ, അത് പറയാൻ മറന്നുപോയി. അതെന്താ, എല്ലാരെയും വിളിക്കണ്ടേ? എന്നുവെച്ചാ ദേ, നമ്മുടെ ആശ്രമത്തിനോടടുത്ത് താമസിക്കുന്ന ആ പാവപ്പെട്ട ഫാമിലിയെ നമുക്ക് വിളിക്കണ്ടേ? സോറി, അത് വേണ്ട. വലിയ റിസ്ക് ആവും. ഒരു കൾച്ചറും ഇല്ലാത്തവരാ. പിന്നെ ആരെ വിളിക്കാനാ? നമ്മുടെ കൂടെ പഠിക്കുന്ന സേതുവിന്റെ പാരന്റ്സ്, ചിന്നുവിന്റെ പാരന്റ്സ്, അങ്ങനെ വളരെ സെലക്റ്റീവായ കുറച്ചു പേര് മാത്രം. ഓ, സേതുവിന്റെ പാരന്റ്സ് ഒക്കെ വലിയ ഉദ്യോഗസ്ഥരല്ലേ? ചിന്നുവിന്റെ ഫാദർ ആണെങ്കിൽ ഡോക്ടറും. അവരൊക്കെ വരുവോ? അതാ നല്ലത്. നമ്മളൊക്കെ ഫംഗ്ഷൻ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റാറ്റസ് ഉള്ളവരെ വേണം വിളിക്കാൻ. അതാ നല്ലത്. അവരാകുമ്പോ പിന്നെ ഉപകരിക്കും. നിന്റെ ബുദ്ധി കൊള്ളാം. ജോൺ, നിന്റെ ബർത്ത്ഡേ മെനു എന്തൊക്കെയാ? ചൈനീസ് ഫുഡൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി, ഐസ്ക്രീം, എല്ലാം കൂടി ഒരു 10 ഐറ്റം. ഇതെല്ലാം കൂടി 250 രൂപയിൽ നിൽക്കുമോ പെർ ഹെഡ്? ആ, അത് സാരില്ല. റേറ്റ് കൂടിയാലും കുഴപ്പമില്ലെന്നേ. അതെന്താ? കാരണം നമ്മൾ വളരെ കുറച്ച് ഗസ്റ്റുകളെ മാത്രമാണ് വിളിക്കുന്നത്. അതും സ്റ്റാൻഡേർഡ് ഫാമിലീസ് മാത്രം. മാക്സിമം 200 പേരുണ്ടാവും. എനിക്കൊരു ഡൗട്ട്. അവരെല്ലാം കൃത്യസമയത്ത് എത്തുമോ? എല്ലാവരും വലിയ തിരക്കുള്ളവരാ, ബിസി ടീംസ്. ആ, അതൊക്കെ അവരെത്തും. നമ്മുടെ ഫ്രണ്ട്സിനോട് കാര്യമായി പറഞ്ഞു വിടണം. പിന്നെ എല്ലാവരെയും വീട്ടിൽ പോയി ക്ഷണിക്കണം. ശരി, എല്ലാം നിന്റെ തീരുമാനം. നീ ഗുരുജിയോട് പറഞ്ഞോ? ആ, ഗുരുജിയോട് ഞാൻ സാവധാനം പറയാം. ഇതൊന്നും സൂചിപ്പിക്കണ്ട കേട്ടോ. ഒരു ലളിതമായ പരിപാടിയാണെന്ന് പറഞ്ഞാ മതി. ആ, അതാ ശരി. ആദ്യമേ പറഞ്ഞോ ഗുരുജിക്ക് ഇഷ്ടപ്പെടില്ല.
പിന്നെ എന്തെങ്കിലും തത്വജ്ഞാനമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നമ്മൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടൽ എല്ലാവർക്കും അറിയാമോ? അതാരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സിറ്റിയിലെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലാണ്. ഓ, അവിടുത്തെ ഹാൾ എസിയാ, ഭയങ്കര റേറ്റാ, എന്നാലും കൊള്ളാം. ഇതൊന്നും ഗുരുജി അറിയരുത്, അറിഞ്ഞാ പ്രോബ്ലം ആവും. അതൊന്നും അറിയാൻ പോകുന്നില്ല. ബർത്ത്ഡേ പാർട്ടി ഗംഭീരമാക്കണം. പിന്നെ മ്യൂസിക് ബാൻഡിനൊക്കെ വിളിക്കണം. വരുന്ന ഗസ്റ്റ് ഒക്കെ ഒന്ന് ഹാപ്പി ആവട്ടെ. എല്ലാം കാറ്ററിംഗിൽ അങ്കിൾ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കിളിന് ക്യാഷ് കൊടുത്താൽ മതി. ഇത് അടിപൊളിയാക്കണം. ഇനി താമസിക്കണ്ട, നമുക്ക് ആ ഹോട്ടലിലേക്ക് പോവാം. വേണു, എന്താ ആലോചിക്കുന്നേ? എന്തു പറ്റി? ഓ, ഒന്നുമില്ല. രമി എന്താ ജോണിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഓ, ഞാനൊന്നും കൊടുക്കുന്നില്ല. എന്റെ വീട്ടിൽ അതിന് മാത്രം പണമൊന്നുമില്ല. എനിക്കും അതാ പ്രശ്നം. എന്നാലും നമുക്കാവുന്ന ഒരു പിറന്നാൾ സമ്മാനം കൊടുത്തുകൂടെ? അതെന്ത് സമ്മാനമാ? രമയ്ക്ക് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടിയതല്ലേ. ഒരു നല്ലൊരു പാട്ട് പാടൂ. അതാകട്ടെ നമ്മുടെ പിറന്നാൾ സമ്മാനം. പക്ഷേ ഏത് പാട്ട് പാടും? കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ, തളർന്നാൽ ഇതാണോ പിറന്നാളിന് പറ്റിയ പാട്ട്? പിന്നെ ദുഃഖഗാനമാ വേണു. എന്നാ അതിന് പറ്റിയൊരു പാട്ട് പാട്. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇനിയും തീരാനുണ്ട് ജോൺ. ആ, ധൃതിപ്പെടണ്ട. നമ്മുടെ ഗസ്റ്റുകൾ വരാൻ ഇനിയും 2 മണിക്കൂറാവും. ദേ, ഞങ്ങൾ അതിരാവിലെ പോന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതൊന്നും സാരില്ല. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈലിനും രാത്രി വിശ്രമം ഉണ്ടായില്ലെന്ന്. അതെന്താ? നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഒരിക്കൽ കൂടി വിളിച്ച് ഓർമ്മപ്പെടുത്തി കൃത്യസമയത്തെത്താൻ. ഹലോ, അതെയോ? ആ, ശരി ശരി. ഓക്കെ അങ്കിൾ. ഓ, താങ്ക് യു. ഓ, വേണ്ട വേണ്ട വേണ്ട. ആ, അവിടെ വച്ചാ മതി. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി അങ്കിൾ. ആരാ ഫോൺ വിളിച്ചത്? വേണു, ഫുഡ് എത്തിയിട്ടുണ്ട്. ഞാൻ ഡൈനിങ് റൂമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്കാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ ആ ലിസ്റ്റിനെ കുറിച്ച്?
200 പേർക്ക്. എല്ലാവരും ആദ്യം ഇവിടെയാണ് ഒത്തുകൂടുന്നത്. ഗുരുജി വന്ന് പ്രാർത്ഥിക്കും. ബർത്ത്ഡേ കേക്ക് ഇവിടെ വെച്ചല്ലേ മുറിക്കുന്നത്? അതെ അതെ. അതിനുശേഷം എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് പോണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. പറഞ്ഞതുപോലെ അവിടെ എല്ലാരും കാത്തു നിൽക്കുക. ജോൺ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ സമയമായി. ഗസ്റ്റുകൾ ഇതുവരെ എത്തിയില്ലല്ലോ. ശരിയാണല്ലോ, അത് ഞാനങ്ങ് മറന്നു. ഓ, സമയം ഒരുപാടായല്ലോ. ആരും ഇതുവരെ എത്തിയിട്ടില്ല. ശേ. ഹലോ, എന്താ ഡോക്ടർ അങ്കിൾ? അയ്യോ, ഓ മൈ ഗോഡ്. ഷടാ, അതെയോ? ഓഹ്, കഷ്ടമായി പോയി. എന്തു പറ്റിയിട്ട് നിനക്ക്? ആകെ അപ്സെറ്റ് ആയ മട്ടുണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ആരും വരില്ലെന്ന്. എന്താ, എന്തു പറ്റി? അസോസിയേഷൻ സെക്രട്ടറിക്ക് ആക്സിഡന്റ് ആയെന്ന്. അതുകൊണ്ട് അവരാരും എത്തില്ലെന്ന്. കഷ്ടമായല്ലോ. ഗുരുജി എത്തിക്കഴിഞ്ഞു. നമസ്കാരം ഗുരുജി. നമസ്കാരം. നമസ്കാരം ഗുരുജി. നമസ്കാരം. അല്ല, മറ്റാരും ഇവിടെ ഇല്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഡൈനിങ് ഹാളിൽ വലിയ സൽക്കാരത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടെന്താ നിങ്ങൾ മാത്രം? ഗസ്റ്റുകളൊക്കെ എവിടെ? ഗുരുജി, അവർക്ക് എത്താൻ കഴിയില്ലെന്ന്. അസോസിയേഷനിലെ സെക്രട്ടറിക്ക് ആക്സിഡന്റ് ആയെന്ന്. ഓഹോ, ഇനി ഈ ഫുഡൊക്കെ ധാരാളം പണം ചെലവായില്ലേ ഇതിനൊക്കെ? ചിലവായി. ഇനി ഞങ്ങൾ വിളിച്ചവർ? ഞാൻ അറിഞ്ഞു വിവരമല്ല. നമ്മൾ സമന്മാരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായ ആളുകളെയും വിളിച്ച് വിരുന്നൊരുക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യം നമ്മൾ മറന്നു. എന്താ ഗുരുജി? വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പറയൂ ഗുരുജി, കേൾക്കട്ടെ. നിങ്ങൾ അത്താഴമോ മുത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ച് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ അവർക്ക് വകയില്ലല്ലോ. അങ്ങനെ ചെയ്താൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ലഭിക്കും. ഞങ്ങളോട് ക്ഷമിക്കൂ ഗുരുജി. ഞങ്ങളോടും ക്ഷമിക്കൂ ഗുരുജി. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. കാരണം അവിടുന്ന് കരുണാമയനാ. ഇനിയിപ്പോ ഞങ്ങളുടെ ഗസ്റ്റുകൾ ആരും വരില്ല. നമ്മുടെ ആശ്രമത്തിനടുത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ അങ്ങ് അനുവദിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം. വൈകിയാണെങ്കിലും നിങ്ങളുടെ തീരുമാനം നല്ലതാ. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച നാഥന്റെ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി ജീവിക്കുന്നത് ഉത്തമമാണ്. അത് നിങ്ങളെ ദൈവേഷ്ടം ചെയ്യുന്നവരാക്കി മാറ്റും. ആഡംബരം അനുഗ്രഹം പ്രദാനം ചെയ്യുന്നില്ല, അത് വിനാശമേ വരുത്തൂ. അത് മറക്കരുത്. ഗുരുജി, ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അങ്ങ് ജോണിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും. ദൈവം തന്ന ഈ പുണ്യജന്മത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. രമ, നന്ദി സൂചകമായി ഒരു പാട്ട് പാടൂ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ.
ആ?